ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്കുള്ള സാധ്യത മങ്ങുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പാകിസ്ഥാൻ വിട്ടു റഷ്യയിലേക്ക് പുറപ്പെട്ടു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുകയാണ് ലക്ഷ്യം. ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നേക്കുമെന്നാണ് സൂചന. അതേസമയം പാകിസ്ഥാന് മുന്നിൽ യുഎസുമായി ചർച്ചകൾക്കുള്ള ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ ലെബനനിലും സംഘർഷം രൂക്ഷമാണ് എന്നും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. അജയ് സുധാ ബിജു, ഇവിടെ ആണവ പദ്ധതികളിൽ നിന്ന് പിന്നോട്ടില്ല, ഹോർമുസിൽ ചുങ്കം പിരിക്കുന്നതിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ല. ഈ രണ്ടു കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചു കഴിഞ്ഞു. സമാനമായി തന്നെ റഷ്യയും അറിയിക്കും എന്ന് വേണം കരുതാൻ. സ്വാഭാവികമായും ഇത്തരം പിന്നോട്ട് പോക്കില്ലെങ്കിൽ ചർച്ചകൾക്കും പ്രസക്തിയില്ല എന്ന നിലയിലേക്ക് ട്രംപും എത്തിയിട്ടുണ്ട്. രഞ്ജിത്ത്, നിലവിൽ തന്നെ ട്രംപ് വളരെയധികം ആത്മവിശ്വാസം ഇറാന്റെ കാര്യത്തിൽ അനാവശ്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ചില സൂചനകളാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം തൻ്റെ ഈ ഫ്ലൈറ്റ് യാത്രയ്ക്ക് മുൻപായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ച ചില കാര്യങ്ങൾ. അതായത് ട്രംപ് പറയുന്നത് ഇറാൻ ഇനിയൊരു ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ട്രംപ് തീർച്ചയായിട്ടും എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഘർഷ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ചകളുടെ ഈ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു പ്ലെയറാണ് റഷ്യ എന്ന് പറയുന്നത്. ഈ റഷ്യ ആദ്യം തന്നെ ഇപ്പോൾ ഇറാനിലെ ഈ യുറേനിയം വേണമെങ്കിൽ റഷ്യയിൽ കസ്റ്റഡിയിൽ വെക്കാം എന്നൊരു വാഗ്ദാനം ഇറാനോട് നടത്തിയിരുന്നു. അപ്പോൾ അമേരിക്ക എന്തെങ്കിലും തരത്തിലുള്ള റെയ്ഡോ അല്ലെങ്കിൽ ഉപരോധമോ ഇറാന് നേരെ നടത്തുകയാണെങ്കിൽ ഇത് അവരുടെ ഒരു ആണവ സമ്പത്ത് അത് സുരക്ഷിതമാക്കാൻ റഷ്യയെ വേണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറായിട്ട് ഇറാൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരം ഒരു ഓഫർ റഷ്യ നേരത്തെ തന്നെ നടത്തിയിരുന്നു. അപ്പോൾ ഇറാന്റെ ഇത്തരം ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ചർച്ച ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല, ഇറാന്റെ ഇത്തരം ആണവ പദ്ധതികൾക്ക് റഷ്യ ആദ്യം മുതൽ തന്നെ പിന്തുണ അറിയിച്ചിരുന്നു. അപ്പോൾ ഈ അമേരിക്കയുടെ ഉപരോധങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ ആക്രമണങ്ങൾ, അതുമാത്രമല്ല ട്രംപ് നേരത്തെ തന്നെ ഭീഷണി മുഴക്കിയതാണ് ഇറാൻ ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം യുഎസിന് കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാനുള്ളിൽ കടന്നു കയറി ആക്രമണം നടത്തി ഈ യുറേനിയം എയർലിഫ്റ്റ് ചെയ്യാൻ തങ്ങൾ എക്സ്പേർട്ടുകളെ നിയോഗിക്കും എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ യുറേനിയം സുരക്ഷിതമായി റഷ്യയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇറാനുള്ളിൽ അത്തരം ഒരു ഭയം അവർക്ക് ആവശ്യമില്ല. ഇറാന് വളരെ സേഫായിട്ട് തന്നെ അവരുടെ ആണവ പദ്ധതി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ പിന്നീട് ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഡിക്കേഡ്സ് ഈ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു വാദം ഇതോടെ അപ്രസക്തമാകും. അപ്പോൾ അത്തരമൊരു നീക്കം ഇറാൻ ഇവിടെ നടത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, മറ്റ് തങ്ങളുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഇത്തരത്തിൽ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പങ്കാളികളായിട്ടുള്ള ഒമാൻ, അതുപോലെ തന്നെ റഷ്യ, പാകിസ്ഥാൻ, ഇവരുമായിട്ട് ഒരു പുതിയ ഒരു നയതന്ത്ര നീക്കം നടത്തി ഇതിലൂടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യത ഉടലെടുത്താൽ ഇവരുടെ എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കാനും ഇറാൻ പ്രധാനമായിട്ടും ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മസ്കറ്റിലെത്തിയ അദ്ദേഹം ഒമാനിലെ സുൽത്താനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുപോലെ അതിനുശേഷം പിന്നീട് ഇസ്ലാമാബാദിൽ എത്തിയതിനു ശേഷമാണ് വീണ്ടും റഷ്യയിലേക്ക് പുറപ്പെട്ടത്. അദ്ദേഹം ഈ ലെബനിൽ ഉണ്ടാകുന്ന ആക്രമണം അത് വളരെ പ്രധാനമാണല്ലോ. കാരണം വെടിനിർത്തൽ നീട്ടി എന്നൊക്കെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അവിടെ ഇസ്രായേൽ ആക്രമിക്കുകയാണ്. 14ഓളം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മരിച്ചതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുണ്ട്. ഇങ്ങനെ ഇസ്രായേലിൻ്റെ ഈ പ്രവൃത്തി തുടർന്നാൽ അത് ഇറാനെ വലിയ തരത്തിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ സമാധാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രസക്തി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടല്ലോ അജയ്. തീർച്ചയായിട്ടും ഇറാൻ ഇപ്പോൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള തങ്ങളുടെ പ്രധാനപ്പെട്ട ഉപാധികളാണ് തങ്ങളുടെ ആണവ സ്വാതന്ത്ര്യം ഉറപ്പാക്കണം, അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഈ ചുങ്കം പിരിക്കുന്നത് അത് തങ്ങൾ തുടരും എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ലെബനന്റെ കാര്യവും ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ്. ഇപ്പോൾ നേരത്തെ ഈ ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇതൊരു 3 ആഴ്ച കൂടി നീട്ടാനുണ്ടായ തീരുമാനത്തെ ഇറാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഇറാനെയും വളരെ ഒരു കടുത്ത രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അവരുടെ പല ഉന്നത നേതാക്കളും പ്രതികരണം ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇറാന്റെ നാഷണൽ അസംബ്ലിയിലുള്ള നേതാക്കൾ പലരും പരസ്യമായി തന്നെ ഈ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ കടുത്ത ഭാഷയിൽ തന്നെ അപലപിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോഴും മേഖലയിൽ സംഘർഷം തുടരുകയാണ്. പ്രധാനമായിട്ടും തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 14 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു എന്നതാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം. എന്തായാലും ഇവിടെയുള്ള സൈനിക നീക്കം തുടരാൻ
തുടരാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. നേരത്തെ ഈ വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടിവെക്കുന്ന നടപടി ഉണ്ടായപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിനിധി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ വെടിനിർത്തൽ 100% ആയിരിക്കില്ല. ഈ ഹിസ്ബുള്ളയുടെ സ്വാധീനം അത് തെക്കൻ ലെബനനിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അവരുടെ സ്വാധീനം ഇപ്പോഴും തുടരുന്നത് കാരണം തന്നെ അവർക്കെതിരെയുള്ള സൈനിക നീക്കങ്ങൾ തങ്ങൾ തുടരും. അല്ലാതെ ലെബനിലുള്ള സാധാരണക്കാരെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തില്ല എന്നൊരു ഉറപ്പാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്തരത്തിൽ 100% വെടിനിർത്തൽ അത് ഇസ്രായേൽ പോലും പരസ്യമായി പറയുന്നില്ല. പക്ഷേ ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ തുടരുമ്പോഴും അതിൽ ലെബനിലുള്ള സാധാരണക്കാരും അഫക്റ്റ് ചെയ്യപ്പെടുന്നതാണ് വളരെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.